നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ഈദ് മുബാറക്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഈദ് ആഘോഷിക്കുന്നു വിചാരിക്കുന്നു. ഒരു ചെറിയ ലൈവ് അപ്ഡേറ്റ് ആണ് കേട്ടോ. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ആൾക്കാരും വീഡിയോയിലൂടെയും, പിന്നെ എനിക്ക് കുറച്ച് പേര് ഇതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അതായത് ജാസ്മിൻ ജാഫറിന് ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ വെച്ചിട്ട് ചെറിയൊരു കത്ത് കൈമാറിയിട്ടുണ്ട്. ജാസ്മിൻ അത് നോക്കുന്നു, വായിച്ചിട്ട് ആ സ്ലിപ്പ് മൈക്കിൻ്റെ പോക്കറ്റിലിടുന്നു. ഏകദേശം വിവാദമാക്കേണ്ട രീതിയിലുള്ളൊരു സംഗതിയാണിത്. പക്ഷേ ഇതൊക്കെ വിവാദമാക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ബിഗ് ബോസിൻ്റെ സ്വന്തം ആളാണ്, ഒരുപക്ഷെ ചിലപ്പോൾ പുറത്തുള്ള ഇൻഫർമേഷൻ വീണ്ടും ജാസ്മിന് കൈമാറുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഫസ്റ്റ് ചിന്തിച്ചൊരു കാര്യമാണ്, ബിഗ് ബോസിന് വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വിടാം, അത് എയർ ചെയ്യാതിരിക്കാം ബിഗ് ബോസിന്. പക്ഷേ ബിഗ് ബോസ് അത് കാണിച്ചു. അപ്പോൾ ബിഗ് ബോസ് എന്താണെന്നുള്ളത് ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടേഴ്സ്, അതിൻ്റെ ബാക്കിലുള്ള ആൾക്കാർ എന്താണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ ഒരു ഗെയിം പ്ലാൻ ആയിക്കൂടായില്ല, വാട്ട് എവർ. അല്ലെങ്കിൽ അവർക്ക് കട്ട് ചെയ്തിട്ട് വിടാം കേട്ടോ. പക്ഷെ ഞാൻ ഇതിൽ കാണുന്ന വേറൊരു സംഭവം എന്താണെന്നറിയോ, ഈ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ വ്യക്തിനെ തുടക്കം തൊട്ടേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. ജാസ്മിൻ ജാഫർ എന്ന വ്യക്തിനെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുന്ന സമയം മുതൽ ഈ നിമിഷം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സർക്കാർ വക ജാസ്മിൻ ജാഫറിനൊരു കപ്പ് എന്നുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് 100 ദിവസത്തെ പ്രോഗ്രാമിനെ ഞാൻ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം. കാരണം പല സിറ്റുവേഷനിലും ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റ് ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസിലൊക്കെ എന്തെങ്കിലും ഒരു കളി ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇന്നലത്തെ മറ്റേ Q&A ടാസ്ക് കണ്ടവർക്കറിയാം, സിബിൻ്റെ ഹൗസ് വളരെ സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. നല്ല അടിപൊളിയായിട്ട് സിബിൻ്റെ ടീം പെർഫോം ചെയ്ത സ്ഥലത്ത് ശരിക്കും ജാസ്മിന് ഉത്തരം മുട്ടിക്കുകയാണ് സിബിൻ ചെയ്തത്. അത് മെയിൻ എപ്പിസോഡിൽ പോലും വിട്ടിട്ടില്ല, അത് BV+ലാണ് വിട്ട്. പല ആൾക്കാരും അത് കണ്ടിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ്. പിന്നെ ഇവിടുന്ന് പോയിട്ടുള്ള ഏജൻറ്റ് അവിടെ ചെന്ന് ജാസ്മിൻ്റെ ഏജൻറ്റായി മാറുന്നു. ഇത് മുഴുവൻ നടക്കുന്നവരെ ബിഗ് ബോസ് പറയുന്നില്ല. രണ്ടും കണക്കാണ്, സീക്രട്ട് ഏജൻറ്റ് കണക്ക്, മറ്റത് ഡബിൾ കണക്ക്. കാരണം വെച്ചാൽ ഇത് കഴിയുന്നത് വരെ അതവിടെ പറയുന്നില്ല. ഇനിയിപ്പോൾ സായിനോട് പറഞ്ഞേൽപ്പിച്ച് വിട്ടതാണോ എന്നറിയില്ല, ഇതവിടെ പോയി പറഞ്ഞു കൊടുക്കുക എന്നുള്ള സ്ക്രൂ അടിച്ച് വിട്ടിട്ട് അവിടെ പോയി പാവ കളിച്ചാണോ സായി എന്നുള്ളത് അറിയില്ല. ഇത് ഫുള്ള് ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി ജാസ്മിൻ വേറൊരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു. ഇന്നലെ മുതൽ ജാസ്മിൻ ശരിക്കും ജാസ്മിൻ്റെതായ ഗെയിമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ ഒന്നും കൂടി സ്ട്രോങ് ആക്കി. അതായത് ജാസ്മിൻ ഗബ്രി കോംബോ ഭയങ്കര സ്ട്രോങ് ആണ്, അത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് പോയ ചങ്ങായി അത് പൊളിച്ചതിന് ശേഷം ഇപ്പോൾ എന്താ സ്ഥിതി വെച്ചാൽ ജാസ്മിൻ ഒന്നും കൂടി പവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം, ജാസ്മിന് കണ്ടമാനം സ്ക്രീൻ സ്പേസാണ് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സീരിയസ് ആയിട്ട് ജാസ്മിൻ എല്ലാ കാര്യങ്ങളിലും പോയി നല്ല ക്യാപ്റ്റനാണ് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ജാസ്മിൻ ജാഫറിന് അവിടെ സ്ക്രീൻ സ്പേസ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല കേസിലാണെന്നുണ്ടെങ്കിലും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനത്തെ പല സംഗതികളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സീരിയസ് രീതി ഫീൽ ചെയ്യുന്നു, എന്തൊക്കെയോ എവിടെയൊക്കെയോ ജാസ്മിൻ ജാഫറിന് ഫേവറിങ് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ ജാഫറിന് കപ്പ് കൊടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വൈൽഡ് കാർഡായി വന്നതിൽ വെച്ചിട്ട് സായിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലേ, ഞാൻ സീരിയസ് ആയിട്ട് ആദ്യം വിചാരിച്ചിരുന്നു ചങ്ങായിനൊക്കെ. നന്ദന ഇതൊന്നുമില്ല. അഭിഷേക് ശ്രീകുമാർ ഓക്കെ, പൂജ സ്ട്രോങ് ആണ്, സിബിൻ അടിപൊളി സ്ട്രോങ് ആണ്. അങ്ങനെ കുറച്ച് പേര് അതിനുള്ളിലേക്ക് വന്നിട്ടുണ്ട്. അവർ നല്ല സ്ട്രോങ് വൈൽഡ് കാർഡ്സ് ആണ്, സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. ഇനി ബിഗ് ബോസിൻ്റെ കളി വെച്ചിട്ട് ഇവരൊക്കെ നേർച്ചക്കോഴിയൊക്കെ 70-ാം ദിവസം 80-ാം ദിവസമൊക്കെ ആയിട്ട് അടിച്ച് പുറത്താക്കുക എന്നുള്ളത് അറിയില്ല. ഈ കോലത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എവിടേക്കോ ജാസ്മിനൊരു കപ്പ് എന്നുള്ള പദ്ധതി അവിടെ ബിഗ് ബോസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഈ കത്ത് കിട്ടിയതിന് ശേഷമാണെന്നറിയില്ല, എനിക്ക് തോന്നുന്നതാണ്, നമുക്കറിയില്ല. എന്നിപ്പോൾ ജാസ്മിൻ നടത്തിയിട്ടുള്ള 1-2 കാര്യങ്ങൾ എന്താ വെച്ചാൽ, 2 അഭിഷേകുമാരെ തമ്മിലുള്ള അടിയുള്ള സംഗതി ഉണ്ടല്ലോ. ഈ 2 അഭിഷേകുമാരുടെ അടി അവിടെ ജാസ്മിൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് എടുത്തിട്ട് കോംപ്രമൈസ് ചെയ്യുന്നൊരു സംഗതി നിങ്ങൾ ലൈവിൽ കണ്ടോന്നറിയില്ല. ലൈവിലുണ്ടായിരുന്നു. അതായത് ജാസ്മിൻ ആദ്യം പോയിട്ട് അഭിഷേക് ശ്രീകുമാറിനോട് കൂടി സംസാരിക്കുന്നു. കാരണം അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപും തമ്മിൽ ആ ഒരു കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് ഭയങ്കര ഇഷ്യൂ നടക്കുന്നുണ്ട്. ആ ഇഷ്യൂ എന്താണെന്നുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കൊറിയൻ മല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഉണ്ട്. പുള്ളിയുടെ അക്കൗണ്ടിൽ പോയിട്ട് അയാളെ മകനെ വെച്ച് അത്രയും വൾഗർ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ആ ജയദീപിനെ കുറിച്ച് ഇത് ആദ്യം തന്നെ കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നിരുന്നു. പക്ഷേ അത്ര ഞാനൊരു ഈ കമൻറ്റ് റിലേറ്റഡ് ആയതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു എന്താ പറയുക ശ്രദ്ധക്കുറവ് വന്നുകൊണ്ടാണ് ഞാൻ ആ ഒരു കേസ് ഫസ്റ്റ് എടുത്തിട്ട് അതൊരു വീഡിയോ ചെയ്യാതിരുന്നത്. വളരെ റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. ആ മകനൊക്കെ വെച്ചിട്ട് അത്രയും മോശമായിട്ടുള്ള സംഗതിയാവും പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ആ കമൻറ്റ് പോലും ഇവിടെ വായിക്കാൻ കഴിയില്ല. കാരണം അത്രയും വൾഗറായിട്ടൊരു മനുഷ്യന് പറയാൻ പറ്റുമോ തോന്നിപ്പോകും. സ്വന്തം കുഞ്ഞിനെ വെച്ചിട്ടൊരു ചങ്ങാതിനോട് പറഞ്ഞ ഡയലോഗ് പറഞ്ഞാൽ വളരെ മോശം. അപ്പോൾ ഈ പ്രശ്നമാണ് അഭിഷേക് ശ്രീകുമാർ അവിടെ എടുത്തിട്ടിരിക്കുന്നത്.
ഈ അഭിഷേക് ശ്രീകുമാറിനെ ടോക്സിക് ആണെന്ന് പറഞ്ഞിട്ട് പുറത്തുള്ള ആർമിക്കാരുണ്ട്, പുറത്തുള്ള LGBTQ കമ്മ്യൂണിറ്റി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നവരും പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ചില ഫെമിനിൻ ആക്ടിവിസ്റ്റോ ഫീമെയിൽ ആക്ടിവിസ്റ്റായിട്ടുള്ള കുറച്ച് പേരും അനുകൂലിക്കുന്നവരൊക്കെ ഇവനെ ഭയങ്കര ടോക്സിക് ആണെന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജസിലൊക്കെ അഭിഷേക് ശ്രീകുമാർ ഭയങ്കര ടോക്സിക് ആണെന്ന് കൊണ്ടുപോകുന്ന സ്ഥലത്ത് അവിടെ അഭിഷേക് കുറച്ച് സ്ട്രോങ് ആവും എന്ന് ഇപ്പോൾ പുറത്തുള്ള പോളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അഭിഷേക് ശ്രീകുമാറിനാണ് സപ്പോർട്ട് കൂടുതൽ. ആ സപ്പോർട്ട് കൂടുതലുള്ള സിറ്റുവേഷനിൽ ഇന്ന് ഒരു പോളുകൾ പലരും എടുത്തു നോക്കുകയാണെങ്കിൽ അഭിഷേക് ശ്രീകുമാറാണ് ടോപ്പിൽ നിൽക്കുന്നത്. അതിനുള്ളിൽ ചെന്നിട്ട് അഭിഷേക് ചെന്നിട്ട് ഈ എന്താ പറയുക ജാൻമണിക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ജാൻമണിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ജാൻമണി ഈ രീതിയിൽ പെരുമാറുന്നുള്ളത്. അങ്ങനെ ജാൻമണിക്ക് എക്സ്പെക്ട് ചെയ്തതിന് വിപരീതമായിട്ട് ജാൻമണിക്ക് മനസ്സിലായ കേസ് അഭിഷേകിന് അവിടെ കൂടുതൽ വെയിറ്റേജ് കിട്ടിയിട്ട് ആ സ്ക്രീൻ സ്പേസ് ഇവർ കൊണ്ടുപോകുമോ എന്നൊരു ചിന്ത കൊണ്ടാണെന്നറിയില്ല. ജാസ്മിൻ ജാഫർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുൻകൈ എടുത്തിട്ട് ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള കണ്ടീഷനിലാണ് മുന്നോട്ട് പോകുന്നത്. ക്യാപ്റ്റൻ എന്നുള്ള കണ്ടീഷനിൽ ഭയങ്കരമായിട്ട് മുൻകൈ എടുത്തിട്ട് രണ്ടുപേരുടെയും അടി കോംപ്രമൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ, ഒരുപാട് സ്ക്രീൻ സ്പേസ് മനഃപൂർവ്വം ലൈവിൽ ബിഗ് ബോസ് കൊടുത്തിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ ജാസ്മിനോട് സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ജാസ്മിൻ എന്തോ വലിയ അമ്മായി, ആ വീട്ടിലെ ആനപ്പാറയിലെ അച്ചമ്മേനെ പോലെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. സീരിയസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ തറവാടിൻ്റെ കംപ്ലീറ്റ് അധികാരം കൈയടക്കി വെച്ചിരിക്കുന്ന ആനപ്പാറ അച്ചമ്മയായിട്ട് തോന്നുന്നുണ്ട്. അതിനനുസരിച്ച് റാൻ മൂളാൻ വേണ്ടിയിട്ട് കുറേ എണ്ണങ്ങളുണ്ട്, വളരെ കുറച്ച്. ഇപ്പോൾ നന്ദനൊക്കെ പ്രതികരിക്കുന്നത് വളരെ നന്ദന പൂജ അങ്ങനെ കുറച്ച് പേരൊക്കെ പ്രതികരിക്കുന്നു അല്ലാതെ ഇവിടുന്ന് പോയിട്ടുള്ള മഹാനാണെന്നുണ്ടെങ്കിലും സീക്രട്ട് ഏജൻറ്റ് പോലത്തെ മഹാനാണെങ്കിലും ബാക്കി ആരാണെന്നുണ്ടെങ്കിലും പിന്നെ ഒരുപാട് പേരെ വേണമെങ്കിൽ എടുത്തെടുത്ത് പറയാം. കാരണം ജാസ്മിനെ എന്തോ കൊമ്പത്ത് കയറ്റി വെച്ചിട്ടുള്ള ഒരാളാക്കിയിട്ട് അവിടെ ആനപ്പാറയുടെ അച്ചമ്മയാക്കിയിട്ട് വാഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതിനുള്ളിൽ കാണുന്നുണ്ട്. ബിഗ് ബോസും അതിന് സപ്പോർട്ട് കൊടുത്തിട്ട് ബിഗ് ബോസ് ഇപ്പോൾ രണ്ടുപേരെയും കൂടി ഈ രണ്ട് അഭിഷേകുമാരെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററോ ഇൻസ്ട്രക്ഷനാണോ കൊടുത്തതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എൻ്റെ ഒരു സംശയം ഞാൻ ജസ്റ്റ് പറയാൻ കേട്ടോ. കാരണം വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആയിട്ട് സംശയമാണ്. ഈ ഒരു ലെറ്റർ വന്നതിന് ശേഷമാണെന്ന് അറിയില്ല ജാസ്മിൻ സീരിയസ് ആയിട്ട് ഇടപെടുന്ന ഒരു കേസ് രണ്ട് അഭിഷേകുമാർ തമ്മിലുള്ള അടിപിടി തീർക്കാനാണ്. ഒരു പക്ഷേ ചിലപ്പോൾ ഈ കമ്മ്യൂണിറ്റീസ് തമ്മിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ ജാസ്മിനെ ചുമതലപ്പെടുത്തിയാണെന്ന് സംശയമുണ്ട്. കാരണം വെച്ചാൽ തൊട്ടേ വന്നുകൊണ്ടിരിക്കുന്ന സംഗതികളിൽ ജാസ്മിന് ഒരു ക്ലിയർ ഫേവറിസം അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസ്. ബാപ്പാൻ്റെ ബ്ലോക്ക്, രണ്ടാമത് ഇവിടെ മെസ്സഞ്ചറിനെ അയക്കുന്നു, സീക്രട്ട് ഏജൻറ്റ് ഒരു മെസ്സഞ്ചറായിട്ട് പോകുന്നു. അല്ലാണ്ട് ഒരാവശ്യമില്ല സ്വന്തം എയറിൽ പോയിട്ട് സ്വന്തം നാറിയിട്ട് സ്വന്തം എയറിൽ പോയിട്ട് ഇത്ര അധികം ഒരു പൊട്ടത്തരം കാണിക്കാൻ അവിടെ വലിയ ഭൂലോക പൊട്ടനാവേണ്ട ഒരു ആവശ്യമില്ല. ആൾക്കാർ ടൂക്കാണ് ചങ്ങായി. അത്ര അധികം സോഷ്യൽ മീഡിയയിൽ മാനം കെട്ടുപോയി പറഞ്ഞാൽ ഇത്രയധികം കാലം കൊണ്ട് കുറച്ചെങ്കിലും ആൾക്കാരുടെ ഇടയിൽ കുറച്ചെങ്കിലും ഫോളോവേഴ്സിന് ഉണ്ടാക്കിയെടുത്തത് ഈ ചങ്ങാതി അത്രയ്ക്ക് ഊക്ക് വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കളിക്കുന്ന കളി എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ജാസ്മിൻ ജാഫറിനൊരു കപ്പ് എന്നുള്ള പദ്ധതി ബിഗ് ബോസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ ആ ഒരു കത്ത് കൊടുത്തതും അറിയില്ല. ഇതുപോലുള്ള ഇപ്പോൾ ലൈവിൽ കാണിച്ചു ചെറിയ കത്തിൻ്റെ കാര്യം കാണിച്ചു, അത് വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് പറയാം, വേറെ പല സിറ്റുവേഷനാക്കി വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇത് എല്ലാം ഞങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബിഗ് ബോസിൻ്റെ കളിയായിരിക്കാം. സീരിയസ് ആയിട്ട് പറയുകയാണ്, ജാസ്മിൻ ജാഫറിന് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടുന്നുണ്ട്. അവൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഉണ്ടായ സംഭവങ്ങളൊന്നുമല്ല. ഗബ്രീൻ്റെ അടുത്ത് ഇവർ അകലും ചെയ്തു. അവൾ അവളുടേതായ ഗെയിം കളിച്ച് പോകുന്നുണ്ട്. അവൾക്ക് യാതൊരുവിധ പ്രശ്നമില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് അറിയില്ല. എനിക്ക് സ്ട്രോങ്ലി ഫീൽ ചെയ്യുന്നു ഇത് ബിഗ് ബോസ് സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ജാസ്മിൻ ജാഫറിന് ഒരു കപ്പ് 100 ദിവസത്തെ പദ്ധതിയാണ്. ഈ പദ്ധതി കഴിയുന്നതോടുകൂടി ജാസ്മിൻ ജാഫറിന് ബിഗ് ബോസ് മലയാളം സീസൺ 6 കപ്പ് കിട്ടുമെന്നാണ് ഒരു 99% എനിക്ക് തോന്നുന്നത്. കിട്ടുമെന്നല്ല കൊടുക്കുമെന്ന് തോന്നുന്നത്. വിപരീതം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യും.